ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ശുക്ര രാശി മാറ്റത്തെ പറ്റിയാണ്. നാളെ നവംബർ മാസം 2-ാം തീയതിയാണ് ശുക്ര രാശി മാറ്റം സംഭവിക്കുന്നത്. ഈ ഒരു വർഷത്തെ 2025 ഈ ഒരു വർഷത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ശുക്ര രാശി മാറ്റമാണ് നാളെ സംഭവിക്കാൻ പോകുന്നത്. ശുക്രൻ സ്വന്തം രാശിയായ തുലാം രാശിയിലേക്ക് പൂർണ്ണ ബലവാനായിട്ട് രാശിമാറ്റം നടത്തുകയാണ്. ഈ ഒരു സമയം 12 രാശികളിൽ വരുന്ന ഒരു 7 രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകർക്ക് അപ്രതീക്ഷിത യോഗഫലങ്ങൾ അനുഭവത്തിൽ വരും. ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ലത് നടക്കണമെന്നുണ്ടെങ്കിലും ഒരു മോശപ്പെട്ട കാര്യം സംഭവിക്കണമെന്നുണ്ടെങ്കിലും അതിനൊരുപാട് കാലത്തിൻ്റെയോ വർഷത്തിൻ്റെയോ കാത്തിരിപ്പിൻ്റെ ആവശ്യമില്ല. ഒരു നിമിഷം മതി ഒരു വ്യക്തിയുടെ ജീവിതം നല്ല രീതിയിൽ മാറുവാനായിട്ട്. ഇവിടെ ഈ ഒരു ശുക്രരാശി മാറ്റം 7 രാശികളിൽ വരുന്ന നക്ഷത്രങ്ങളിൽ ജനിച്ച വ്യക്തികൾക്ക് തീർച്ചയായിട്ടും അപ്രതീക്ഷിത യോഗഫലങ്ങൾ, മാറ്റങ്ങൾ, നന്മകൾ നൽകും. അതെങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഓരോ രാശിക്കാരെയും സംബന്ധിച്ച് ശുക്രൻ നിങ്ങൾക്ക് എന്തിൻ്റെയൊക്കെയാണോ ആധിപത്യം, കാരകത്വം വഹിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളായിരിക്കും ജീവിതത്തിൽ ഓരോ വ്യക്തികൾക്കും ലഭിക്കുന്നത്. നിങ്ങളുടെ ജനന ജാതകപ്രകാരം ശുക്ര മഹാദശ ഇപ്പോൾ നടക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് വളരെ കൂടുതൽ ഗുണഫലമായിട്ട് അനുഭവത്തിൽ വരും. ജാതകപ്രകാരം ശുക്രൻ ശുഭനാണ് എന്നുണ്ടെങ്കിലും ആ ഗുണഫലങ്ങളൊക്കെ നല്ല രീതിയിൽ അനുഭവത്തിൽ വരും. എല്ലാ വീഡിയോയിലും പറയുന്ന പ്രകാരം തന്നെ വീണ്ടും എടുത്തു പറയുന്നു, എല്ലാവരും അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തെപ്പറ്റിയുള്ള മുന്നോട്ടുള്ള ഭാവിയെപ്പറ്റിയും ഓരോരുത്തരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും വ്യക്തമായിട്ട് അറിയുവാൻ സാധിക്കുന്നത്. ഇത് രാശിയുടെ ഒരു പൊതുഫലമാണ് പറയുന്നത്. പ്രത്യേകിച്ച് നാളത്തെ രാശിമാറ്റം അത്രമേൽ ഗുണപ്രദമാണ്. ശുക്രൻ ലൗകിക ജീവിതത്തിൽ പൂർണ്ണ ഗുണഫലം നൽകുന്ന ഗ്രഹമാണ്. ഈ ഒരു ശുക്രരാശി മാറ്റത്തോടുകൂടി പല വ്യക്തികളുടെയും ജീവിതത്തിൽ അത്രമേൽ അത്ഭുതകരമായ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഏതൊക്കെ രാശികളിൽപ്പെട്ട നക്ഷത്ര ജാതകർക്കാണ് ആ ഗുണഫലങ്ങൾ ലഭിക്കുന്നത് എന്ന് നോക്കാം. ഇടവം രാശിയിൽ വരുന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകർക്ക് ഏറ്റവും ശുഭത്വമുള്ള ഫലങ്ങളാണ് ഈ ഒരു രാശിമാറ്റത്തോടുകൂടി അനുഭവത്തിൽ വരുന്നത്. ശുക്രൻ ഇടവം രാശിക്കാരെ സംബന്ധിച്ച് രാശിയുടെ അധിപനാണ്. ഇടവ ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നാധിപനുമാണ് ശുക്രൻ. ശുക്രൻ നിങ്ങളെ തന്നെ കുറിക്കുന്ന ഭാവത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹവും അതുപോലെ 6-ാം ഭാവമായ രണരോഗ ശത്രുസ്ഥാനത്തിൻ്റെ അധിപതിയുമാണ്. അപ്പം അങ്ങനെയുള്ള ഗ്രഹം തുലാം രാശിയിൽ, ശുക്രൻ്റെ സ്വന്തം രാശിയിൽ വളരെ പൂർണ്ണ ബലവാനോടായിട്ട് സഞ്ചരിക്കുന്ന ഒരു സമയം. ഇടവം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടുന്ന സമയമാണ്. ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ആഗ്രഹങ്ങളൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പൂർണ്ണ ഫലം ലഭിക്കുക, നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് പൂർണ്ണ ഫലപ്രാപ്തി ലഭിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. അതുപോലെ എടുത്തു പറയേണ്ട ഒന്നാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധത്തിലുള്ള നെഗറ്റീവ് എനർജികളെയും ഈ ഒരു ശുക്രരാശി മാറ്റം പൂർണ്ണമായി മാറ്റും എന്നുള്ളതാണ്. ഓരോ മനുഷ്യനെ സംബന്ധിച്ചും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന പല കാര്യങ്ങളിൽ ഒന്നാണ് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ. അങ്ങനെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഇടവം രാശിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ ആരോഗ്യം വീണ്ടുകിട്ടുന്ന സമയം. നടത്തി വരുന്ന ചികിത്സകളൊക്കെ ഫലത്തിൽ അനുഭവത്തിൽ വരും. അതുപോലെ ആശുപത്രിവാസം, അതിനുവേണ്ടി പണം ചിലവഴിക്കേണ്ട അവസ്ഥകൾ, ഇതൊക്കെ പൂർണ്ണമായി വിട്ടുമാറും. എത്ര വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി, കടബാധ്യതകളിൽ കൂടെ കടന്നു പോകുന്ന ഇടവം രാശിയിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും അതിൽ നിങ്ങൾക്കൊരു നല്ല മാറ്റം ലഭിക്കും. നിങ്ങൾ തന്നെ ചിന്തിക്കും, ഇത്രയും വലിയൊരു സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നു, എങ്ങനെയാണ് പെട്ടെന്ന് മാറ്റം ലഭിക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് അതിനുള്ളൊരു വഴി, ഒരു മാർഗം ഈശ്വരാനുഗ്രഹം കൊണ്ട് തെളിഞ്ഞു കിട്ടുകയും നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന്, ഇടങ്ങളിൽ നിന്ന് നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരുകയും ചെയ്യും. നിങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങളെയൊക്കെ മറികടന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് നിങ്ങളാൽ തീർച്ചയായിട്ടും സാധിക്കുന്ന ഒരു സമയവുമാണ്. അപ്രതീക്ഷിത ധനയോഗം ഈ കാലഘട്ടങ്ങളിൽ വന്നു ചേരും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നേരിടുന്ന പലതരത്തിലുള്ള ശത്രുതകൾ, എതിർപ്പുകൾ, മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് എത്ര നന്മകൾ ചെയ്താലും നേരിടേണ്ടി വരുന്ന പലതരത്തിലുള്ള അപമാനങ്ങളോ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ ജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമയവുമാണ്. ഏതെങ്കിലും ഇടവം രാശിയിൽപ്പെട്ട വ്യക്തികൾ കോടതി കേസ് വ്യവഹാരങ്ങളിൽ കൂടെ ഒക്കെ മുന്നോട്ട് പോകുന്നവരുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറും. പലതും നിങ്ങൾക്ക് അനുകൂലത്തിൽ വരിക, പല മോശപ്പെട്ട കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറുക, ഇങ്ങനെയുള്ള ഗുണാനുഭവങ്ങളൊക്കെ ഇടവം രാശിക്കാർക്ക് ലഭിക്കും.
ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരായ സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല നല്ല കാര്യങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരും. ശുക്രൻ ലൗകിക ജീവിതത്തിന് ഏറ്റവും ശുഭനായിട്ടുള്ള ഗ്രഹം. നിങ്ങളുടെ രാശ്യാധിപതി നിങ്ങൾക്ക് തുലാം രാശിയിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് പൂർണ്ണ ബലത്തോടുകൂടി സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ തീർച്ചയായിട്ട് സംഭവിക്കും. ഇടവം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും അനുഭവിക്കുന്ന മാനസിക, ശാരീരിക, സാമ്പത്തികപരമായിട്ടുള്ള പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ കാലഘട്ടങ്ങളിൽ വിട്ടുമാറും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തെളിച്ചം ലഭിക്കുന്ന സമയമാണ്. പല പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും മറികടന്ന് തീർച്ചയായിട്ടും ഇടവം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും നല്ലൊരു ജീവിതം, ഒരു ഭാവി മുന്നോട്ട് ലഭിക്കുന്ന ഒരു സമയമാണ്. ഇത്രയും നാൾ ലഭിക്കാതിരുന്ന ഒരു സമാധാനം ഒക്കെ ജീവിതത്തിൽ വന്നു ചേരും. അത്രമേൽ ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം ഇടവം രാശിക്കാരെ സ്വാധീനിക്കും എന്നുള്ളതാണ്. ഈ ഒരു സമയം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ഇടവം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും ശുക്രരാശിമാറ്റം നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുനം രാശിയിൽപ്പെട്ട മകയിരം, തിരുവാതിര, പുണർതം നക്ഷത്ര ജാതകർക്ക് ഏറ്റവും ഉത്തമമായ സമയമാണ് ആരംഭിക്കുവാൻ പോകുന്നത്. ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം തന്നെ നിങ്ങൾക്ക് പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതിയാണ്, ഈശ്വരാനുഗ്രഹം നൽകുന്ന ഗ്രഹം. ആ ഗ്രഹം നിങ്ങളെ സംബന്ധിച്ച് തുലാം രാശിയിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് സഞ്ചരിക്കുന്ന സമയം. നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹം വന്നു ചേരും. ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത് തന്നെയാണ് ഭാഗ്യവും. അപ്രതീക്ഷിതമായ ഭാഗ്യം, നന്മകളൊക്കെ ഈ ഒരു സമയത്ത് മിഥുനരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും വന്നു ചേരുമെന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ശുഭകരമായിട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് സംഭവിക്കും. പലർക്കും ഈ ഒരു ശുക്രരാശി മാറ്റത്തോടുകൂടെ സ്വന്തമായ ഭൂമി, ഗൃഹത്തിനുള്ള യോഗങ്ങൾ, വണ്ടിവാഹന യോഗങ്ങളൊക്കെ വന്നു ചേരും. അതുപോലെ അപ്രതീക്ഷിതമായ യാത്രകൾ അനുഭവത്തിൽ വരും. വിദേശയാത്ര, വിദേശവാസമൊക്കെ അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. ഒരുപാട് കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രം, പുണ്യസ്ഥലങ്ങൾ, പുണ്യക്ഷേത്രങ്ങൾ ഒക്കെ സന്ദർശിക്കുവാനുള്ള ഭാഗ്യവും മിഥുനരാശിക്കാർക്ക് ഈ ഒരു സമയത്ത് വന്നു ചേരുന്നതായിരിക്കും. അതുപോലെ തന്നെ പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമിയോ മറ്റ് സ്വത്തുവകകളോ ഉണ്ടെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ നിങ്ങളിലേക്ക് വന്നു ചേരും. അവരവരുടെ കുട്ടികളുടെ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന ആശങ്കകളൊക്കെ വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല ഉയർ വിദ്യാഭ്യാസം, വിദേശ ജോലി, വിദേശ പഠനം, അവർക്ക് നല്ല മംഗല്യഭാഗ്യം, സന്താനഭാഗ്യം ഇതൊക്കെ ലഭിക്കുന്ന ഏറ്റവും ഉത്തമമായ ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. മിഥുനരാശിയിൽപ്പെട്ട മാതാപിതാക്കളെ സംബന്ധിച്ച് അവരവരുടെ സന്താനങ്ങളിൽ നിന്ന് ഒരുപാട് മനസ്സിന് സുഖം നൽകുന്ന തരത്തിലുള്ള സമാധാനം, സന്തോഷം നൽകുന്ന തരത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് ഉയർച്ചകൾ ലഭിക്കുന്ന സമയം. വിവാഹം കഴിഞ്ഞ് ഒരുപാട് കാലങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈശ്വരൻ സന്താന ഭാഗ്യം നൽകുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. ഏറ്റവും അധികം ഭാഗ്യം, നന്മകളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ മിഥുന രാശിയിൽപ്പെട്ട മകയിരം, തിരുവാതിര, പുണർതം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ഈശ്വര സ്വാധീനം, ഒരു ഈശ്വരൻ്റെ സാന്നിധ്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. അത്രമേൽ ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. മനസ്സിലാഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. കുറച്ച് കാലങ്ങളായി വിവാഹത്തിൻ്റെ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ളൊരു മംഗല്യഭാഗ്യം, നിങ്ങൾക്ക് യോജിച്ച ഒരു ജീവിത പങ്കാളി ലഭിക്കുന്ന ഒരു സമയം. അതുപോലെ പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന വ്യക്തികൾ മകയിരം, തിരുവാതിര, പുണർതം നക്ഷത്രത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു പുനർവിവാഹം ഈ ഒരു സമയത്ത് അനുഭവത്തിൽ വരികയും ചെയ്യും. മിഥുന രാശിക്കാരെ സംബന്ധിച്ച് ശുക്രരാശി മാറ്റം നിങ്ങളെ ഓരോരുത്തരെയും അത്രമേൽ സ്വാധീനിക്കുമെന്നുള്ളതാണ്. വളരെ നല്ല ഗുണഫലങ്ങൾ, നന്മകൾ നിങ്ങൾക്ക് ലഭിക്കും. ഈ ഒരു സമയം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് കൂടുതൽ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മിഥുനരാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ശുക്രരാശി മാറ്റം സർവ്വ സൗഭാഗ്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിയിൽ വരുന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഒരു സുവർണ കാലഘട്ടമായിരിക്കും ഈ ഒരു ശുക്രരാശി മാറ്റം നിങ്ങൾക്ക് നൽകുന്നത്. കാരണം ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം തന്നെ നിങ്ങൾക്ക് ധനകാരകനാണ്, ധനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹം. നിങ്ങളെ സംബന്ധിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച, നന്മകൾ വന്നു ചേരും. അതെങ്ങനെയാണ് ഒരു സാമ്പത്തിക ഉയർച്ച ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ
നിങ്ങൾ എന്ത് കർമ്മമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ തൊഴിൽ, ബിസിനസ് എന്താണോ അതിലൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ഒരു ഉയർച്ച ലഭിക്കുന്ന ഒരു സമയമാണ്. അതുമൂലം നിങ്ങളുടെ ജീവിതത്തിൽ പണം സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ധാരാളം പണം വന്നു ചേരുന്ന ഒരു അനുഭവം ഉണ്ടാകും. നിങ്ങൾ ഏത് ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ഒക്കെ അപ്രതീക്ഷിതമായിട്ട് ധനം വർദ്ധിക്കുന്നതിനുള്ള ഒരു വഴി നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു കിട്ടുക, അതുമൂലം ധാരാളം പണം വന്നു ചേരുന്ന അനുഭവം ഉണ്ടാകും. അതുപോലെ അവരവരുടെ കുടുംബത്തിൽ ശുഭകാര്യങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭവുമാണ്. പലരെയും സംബന്ധിച്ച് കുടുംബത്തിൽ വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾ നടക്കുക, ഗൃഹപ്രവേശം നടക്കുക, സ്വന്തം ബന്ധങ്ങളുമായിട്ട് ഒരുമിച്ച് ചേരാനുള്ള ഒരു അവസരം ലഭിക്കുക, അങ്ങനെ സ്വന്തം ബന്ധങ്ങളിൽ കൂടെ നിങ്ങൾക്ക് പലതരത്തിലുള്ള സഹായങ്ങൾ, ഗുണപ്രദമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവർ നല്ല വിലയും മതിപ്പും ഒക്കെ നൽകുന്ന ഏറ്റവും നല്ല കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. നിങ്ങൾ പറയുന്ന സമയത്ത് ആ കാര്യങ്ങൾ പാലിക്കാൻ നിങ്ങളാൽ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് നന്മകൾ ഈ ഒരു സമയത്ത് ശുക്രൻ നിങ്ങൾക്ക് നൽകും. കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ, വിവാഹ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ അനുഭവിക്കുന്ന കന്നിരാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ, ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു നന്മ, ഒരു സുഖം, സന്തോഷമൊക്കെ ലഭിക്കുന്ന ഒരു സമയവുമാണ്. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ ഈ സമയത്ത് കന്നിരാശിക്കാർക്ക് അനുഭവത്തിൽ വരും. ശുക്രൻ നിങ്ങൾക്ക് ഭാഗ്യാധിപതിയാണ്. ഭാഗ്യമെന്ന് പറയുന്നത് ഓരോ വ്യക്തികളെ സംബന്ധിച്ച് ഓരോ തരത്തിലായിരിക്കും. ചിലർക്ക് ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം, അതല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള ഒരു വിവാഹം, കുറേ നാളുകളായി ശ്രമിക്കുന്നു, വിവാഹം നടക്കുന്നില്ല, അനുയോജ്യമായിട്ടുള്ള മംഗല്യ ഭാഗ്യം. മറ്റു ചിലരെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ, അതുപോലെ കടബാധ്യതകളിൽ നിന്ന് മുക്തി ലഭിക്കുക, ഇങ്ങനെ പലതരത്തിലായിരിക്കും പലർക്കും ഭാഗ്യം വന്നു ചേരുക. സ്വന്തമായ ഭൂമിക്കും ഗൃഹത്തിനുമൊക്കെയുള്ള യോഗം, ഇതൊക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ശുക്രൻ നൽകും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ധനപരമായിട്ടുള്ളൊരു മുന്നേറ്റമാണ് ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒന്ന്. അതുപോലെ പിതാവിൻ്റെ വഴിയിലോ ആ പിതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ, നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ ഈ ഒരു സമയത്ത് വന്നു ചേരുകയും ചെയ്യും. കന്നിരാശിക്കാരെ സംബന്ധിച്ച് അത്രമേൽ ശുഭകരമായിട്ടുള്ള ഒരു ശുക്രരാശി മാറ്റമാണ്. ശുക്രൻ നിങ്ങൾക്ക് ഏറ്റവും ശുഭത്വം നൽകുന്ന ഒരു ഗ്രഹമായതുകൊണ്ടും ആ ശുക്രൻ രണ്ടാം ഭാവമായ ധനസ്ഥാനത്ത് തന്നെ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടവും നിങ്ങളുടെ ജീവിതത്തിൽ അത്രമേൽ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ്. ഈ ഒരു സമയത്തിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ഈ ഒരു ശുക്രരാശി മാറ്റത്തിൻ്റെ ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരും. ഈ ഒരു സമയം ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കന്നിരാശിയിൽ വരുന്ന ഉത്രമത്തം ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഈ ശുക്രരാശി മാറ്റം സർവ്വ സൗഭാഗ്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി തുലാം രാശിയിൽ വരുന്ന ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ രാശിയുടെ അധിപനായ ശുക്രൻ, തുലാം ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നാധിപനായ ശുക്രൻ നിങ്ങളുടെ ആ ഒരു രാശിയിൽ തന്നെ സഞ്ചരിക്കുന്ന ഏറ്റവും അത്യുത്തമമായ ഒരു കാലഘട്ടമാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ രാശിയിൽ തന്നെ രാശിയുടെ അധിപതി നിങ്ങളുടെ ആ ഒരു രാശിക്ക് അത്രമേൽ ഗുണഫലങ്ങൾ നൽകുന്ന രീതിയിലാണ് ആ ഒരു സഞ്ചാരം തന്നെ. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ശുക്രരാശി മാറ്റം അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ഗുണഫലങ്ങൾ നൽകും. ജന്മരാശിയിൽ തന്നെ ശുക്രൻ സഞ്ചരിക്കുന്ന കാലഘട്ടം തീർത്തും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, നന്മകളായിരിക്കും ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലഭിക്കുക. തുലാം രാശിയിൽ വരുന്ന ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് കാലാകാലങ്ങളായിട്ട് അവരവരുടെ മനസ്സിലുണ്ടായിരുന്ന പലതരത്തിലുള്ള ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഇറങ്ങിത്തിരിച്ചിട്ട് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ പകുതി വഴിയിൽ നിന്നു പോയിരുന്ന അല്ലെങ്കിൽ മുടങ്ങിപ്പോയിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഏറ്റവും അത്യുത്തമമായിട്ടുള്ളൊരു കാലഘട്ടമാണ്. അഷ്ടമം എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന ഗുണഫലങ്ങൾ എന്നാണ്. കാരണം തുലാം രാശിക്കാരായ നിങ്ങൾക്ക് ശുക്രൻ അഷ്ടമാധിപതിയായ ഗ്രഹമാണ്. അപ്പോൾ അഷ്ടമം എന്ന് പറഞ്ഞാൽ ദോഷഫലങ്ങൾ നൽകുന്ന ഭാവം മാത്രമല്ല, ഒരുപാട് ഗുണഫലങ്ങൾ, മറഞ്ഞിരിക്കുന്ന നന്മകൾ, ഭാഗ്യങ്ങൾ നൽകുന്ന ഒരു ഭാവമാണ്. അത് ശുഭഗ്രഹമാണെങ്കിലാണ് ആ ഗുണഫലങ്ങൾ ലഭിക്കുക. നിങ്ങളെ സംബന്ധിച്ച് തീർത്തും
നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല നേട്ടങ്ങളും നന്മകളും ഈ ഒരു സമയത്ത് തുലാം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും. പലർക്കും ഈ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു ജോലിയിൽ പ്രവേശിക്കുവാനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാലഘട്ടം, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ബിസിനസ്സിലൊക്കെ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത നല്ല ഉയർച്ച, നല്ല ഒരു തലങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്ന സമയം. പലർക്കും ഈ ഒരു സമയത്ത് അപ്രതീക്ഷിതമായ പദവി മാറ്റം, പദവി ഉയർച്ച, ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക്, ആഗ്രഹിച്ച സ്ഥലത്തേക്കൊരു ജോലി മാറ്റം, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കുക, ബിസിനസ്സിലൊക്കെ അപ്രതീക്ഷിതമായ പുരോഗതി, ഇതൊക്കെ വന്നു ചേരുന്ന സമയം. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന തുലാം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് വീണ്ടും കിട്ടുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. പലർക്കും ഈ കാലഘട്ടങ്ങളിൽ അപ്രതീക്ഷിതമായിട്ട് ഭൂമി യോഗം, ഒരു ഗൃഹം നിർമ്മിക്കുവാനുള്ള യോഗം, അതുപോലെ മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹ നിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാനുള്ള യോഗം, ഇങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന സമയം. ശുക്രൻ ജന്മരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ദാമ്പത്യപരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ, അതുപോലെ ദമ്പതികൾ തമ്മിൽ രണ്ടുപേരും രണ്ടിടത്തായിട്ട് കഴിയുന്ന അവസ്ഥ, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി നിങ്ങൾക്ക് ഭാര്യാഭർത്താക്കന്മാർക്ക് ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങളും ഒക്കെ വന്നു ചേരുകയും നല്ലൊരു ദാമ്പത്യ കുടുംബ ജീവിതം ലഭിക്കുന്ന സമയവുമാണ്. വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, കാലതാമസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം ലഭിക്കുന്ന ഒരു സമയവുമാണ്. ശുക്രൻ ലൗകിക ജീവിതത്തിന് ഏറ്റവും ശുഭത്വം നൽകുന്ന ഗ്രഹമായതിനാൽ തുലാം രാശിക്കാരെ സംബന്ധിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച, ആരോഗ്യപരമായ മുന്നേറ്റം, ദാമ്പത്യ കുടുംബജീവിതത്തിൽ സുഖം, സമാധാനം, സന്തോഷം, മംഗളകരമായിട്ടുള്ള വിവാഹം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. ഈ ശുക്രൻ്റെ രാശിമാറ്റത്തോടുകൂടി തുലാം രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണോ ബുദ്ധിമുട്ടുകളാണോ അനുഭവിച്ച് പോകുന്നത് അതിനൊക്കെ ഒരു നല്ല മാറ്റം ലഭിക്കുന്ന സമയം. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ഗുണഫലങ്ങൾ, നേട്ടങ്ങൾ, നന്മകളായിരിക്കും ലഭിക്കുക. പല തുലാം രാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരു വല്ലാത്ത പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ച് ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് പോലെയുള്ള ഒരു കാലഘട്ടമാണെന്ന് നിസ്സംശയം പറയാം. നിങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഈശ്വരൻ തന്നെ ഒരു മാറ്റം നൽകുന്ന സമയമാണ്. അപ്രതീക്ഷിതമായ ഉയർച്ച, നന്മകളെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരും. സന്തോഷമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഒരുപാട് നേട്ടങ്ങൾ, നന്മകൾ ഈ ഒരു കാലഘട്ടത്തിൽ ശുക്രൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നൽകുകയും ചെയ്യും. ഈ ഒരു സമയം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയുവാൻ നിങ്ങളെ സഹായിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ഈ ഒരു ശുക്രരാശി മാറ്റം നിങ്ങൾ തുലാം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ഓരോ വ്യക്തികൾക്കും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും വിട്ടുമാറി ഒരുപാട് ഉയർച്ചകൾ, നന്മകൾ, ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ധനുരാശിയിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകർക്ക് ഈ ഒരു ശുക്രരാശി മാറ്റം അത്രമേൽ ഉത്തമമാണ്. പൊതുവെ ധനുരാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ വളരെ പാപത്വം നിറഞ്ഞൊരു ഗ്രഹമാണ്. ശുക്രൻ ധനുരാശിക്കാർക്ക് യാതൊരു ഗുണഫലവും നൽകുന്ന ഗ്രഹമല്ല. എന്നാൽ ഈ ഒരു ശുക്രരാശി മാറ്റം എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രമേൽ ഗുണങ്ങൾ നൽകുന്നത് എന്ന് നോക്കിയാൽ, ശുക്രൻ നിങ്ങൾക്ക് 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. ഒരു രാശിഘട്ടത്തിൽ ഉപജയസ്ഥാനങ്ങളിൽ സർവ്വശ്രേഷ്ഠമായ ഭാവമാണ് 11ാം ഭാവം. ആ 11ാം ഭാവത്തിൽ ഒരു പാപഗ്രഹം സഞ്ചരിക്കുമ്പോൾ ആ ഗ്രഹത്തിൻ്റെ പാപത്വം നഷ്ടപ്പെടുകയും ആ ഗ്രഹം എന്താണോ ദോഷഫലം നൽകേണ്ടത് അതിന് നേർ വിപരീത ഫലം നൽകുമെന്നുള്ളതുമാണ് ശാസ്ത്രം. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏറ്റവും പാപനായിട്ടുള്ള ശുക്രൻ 11ൽ സഞ്ചരിക്കുന്ന കാലഘട്ടം നിങ്ങൾക്ക് അത്യുത്തമമായിട്ടുള്ള സമയമാണ്. ധനുരാശിയിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ ഒരുപാട് കാലങ്ങളായി അനുഭവിച്ചു വരുന്ന പല പ്രതിസന്ധികൾക്കും ഒരു മാറ്റം തന്നെയാണ് ഈ ഒരു ശുക്രരാശി മാറ്റം നൽകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ കൈകളിലേക്ക് വന്നിരുന്ന പണം നിങ്ങൾക്ക് വരുന്നതിലും കൂടുതൽ ചിലവാണ് എന്നുള്ളതാണ് സത്യം. ഒരു 10 രൂപ കയ്യിൽ വന്നാൽ അതിന് ഇരട്ടിക്കിരട്ടി ചിലവ് വരുന്ന സാഹചര്യം, മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങി വരെ ഓരോ ആവശ്യങ്ങൾക്കും വേണ്ടി പണം ചിലവഴിക്കേണ്ട അവസ്ഥ, അപ്രതീക്ഷിതമായ കടബാധ്യതകൾ, ബുദ്ധിമുട്ടുകളൊക്കെ ധനുരാശിയിൽപ്പെട്ട പല വ്യക്തികൾക്കുമുണ്ട്. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെയുള്ള എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും പൂർണ്ണമായി വിട്ടുമാറി അനാവശ്യ പാഴ്ചിലവുകളൊക്കെ വിട്ടൊഴിഞ്ഞ് നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം ശുഭകരമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ സാധിക്കുക. അതുമൂലം ജീവിത ഉയർച്ച ഉണ്ടാവുക. ചെറുതാണെങ്കിലും ഒരു സമ്പാദ്യത്തിനുള്ള അവസരം, അങ്ങനെയുള്ള ഒരു യോഗ കാലഘട്ടമാണ് ധനുരാശിക്കാരെ സംബന്ധിച്ച്.
നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഈശ്വരാനുഗ്രഹം കൊണ്ട് നല്ല ഫലം ലഭിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടുന്ന കാലഘട്ടമാണ്. സർവാഭീഷ്ടം. ധനുരാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് ഓരോ മനുഷ്യനും ഓരോ തരത്തിലുള്ള ആഗ്രഹങ്ങൾ, ആവശ്യങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരായിരിക്കും. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ചൊരു നല്ല മാറ്റമാണ് ഈ ഒരു ശുക്രൻ നൽകുന്നത്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ മോശപ്പെട്ട കാര്യങ്ങളും, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ധനുരാശിക്കാരുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറി നിങ്ങളുടെ ആരോഗ്യം വീണ്ടും കിട്ടുന്ന സമയം. കടബാധ്യതകൾ, സാമ്പത്തിക പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു നല്ല മാറ്റം ലഭിച്ച് ജീവിതത്തിൽ ഒരു ഉയർച്ച ലഭിക്കുന്ന സമയം. അപ്രതീക്ഷിതമായിട്ടുള്ളൊരു പണവരവ്, ധാരാളം ധനം കയ്യിൽ വന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരവസ്ഥ വന്നു ചേരും. അതുപോലെ കേസ് വഴക്കുകൾ, കോടതി വ്യവഹാരങ്ങൾ, ഭൂമി സംബന്ധിച്ച പ്രശ്നങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മ ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. പ്രധാനമായിട്ടും മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച പല വ്യക്തികളും കുടുംബ സ്വന്ത ബന്ധങ്ങളുടെ ഇടയിലാണെങ്കിലും അവരവർ ജോലി ചെയ്യുന്ന ഇടങ്ങളിലും ബിസിനസ് ചെയ്യുന്ന ഇടങ്ങളിലുമൊക്കെ ഒരുപാട് ശത്രുതകൾ, എതിർപ്പുകൾ, അനാവശ്യമായിട്ടുള്ള മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് ഏൽക്കേണ്ടി വരുന്ന അപമാനങ്ങളോ ബുദ്ധിമുട്ടുകളോ ശത്രുതാ മനോഭാവത്തോടു കൂടിയുള്ള പെരുമാറ്റങ്ങളോ ഒക്കെ അനുഭവിക്കുന്നവർ ധാരാളമാണ്. അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് അതൊക്കെ വിട്ടുമാറി നിങ്ങളുടെ കർമ്മ മേഖലയിലൊക്കെ നിങ്ങൾക്ക് നല്ല മാറ്റം അനുഭവത്തിൽ വരികയും ധാരാളം ഒരു ഉയർച്ച, ധനവരവ് ഒക്കെ ലഭിക്കുന്ന സമയമാണ്. പൊതുവെ ഒരുപാട് കാലങ്ങളായി നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും അലട്ടിയിരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. ലൗകിക ജീവിതത്തിന് ശുക്രൻ അത്രമേൽ സ്വാധീനം ചെലുത്തുന്ന ഒരു ഗ്രഹമായതുകൊണ്ട് ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതൊക്കെ വിട്ടുമാറും. പ്രത്യേകിച്ച് ധനുരാശിയിൽ വരുന്ന കുടുംബ സ്ത്രീകളെ സംബന്ധിച്ച് നിങ്ങൾ അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള മാനസിക വ്യഥകൾ, പ്രയാസങ്ങൾക്ക് ഒരു മാറ്റമുണ്ടായി. നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു സമാധാനം, സുഖം, സന്തോഷം ലഭിക്കുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ കുടുംബ ദാമ്പത്യ ജീവിതത്തിലും സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ചിട്ടുള്ള ഒരു നല്ല മാറ്റം ഈശ്വരൻ നൽകുന്ന സമയമാണ്, പ്രത്യേകിച്ച് ധനുരാശിയിൽപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ചും. ഒരുപാട് ഈശ്വരാനുഗ്രഹം ഈ ഒരു കാലഘട്ടത്തിൽ ധനുരാശിക്കാർക്ക് ലഭിക്കും. അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ, നന്മകൾ ഒക്കെ ഓരോ വ്യക്തികൾക്കും ലഭിക്കുന്ന അത്യുത്തമമായ ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ ഒരു ശുക്രരാശി മാറ്റം നിങ്ങളെ അത്രമേൽ സ്വാധീനിക്കുമെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ഈ ഒരു ശുക്രരാശി മാറ്റം എല്ലാവിധ നന്മകളും നിങ്ങൾക്ക് നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു വഴിത്തിരിവിൻ്റെ കാലഘട്ടം എന്ന് പറയാം നമുക്ക് ഈ ഒരു ശുക്രരാശി മാറ്റം. ശുക്രൻ തുലാം രാശിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം നിങ്ങളെ സംബന്ധിച്ചത് 10ാം ഭാവമായ കർമ്മസ്ഥാനമായിട്ടാണ് വരുന്നത്. മകരം രാശിയിൽപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണോ കർമ്മം സംബന്ധിച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് അവർക്ക് ഏറ്റവും നല്ല മാറ്റങ്ങളാണ് ലഭിക്കുവാൻ പോകുന്നത്. ഒരു ജോലി ഇല്ലാതെ വിഷമിക്കുന്ന മകരം രാശിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തികളുണ്ടെങ്കിൽ ഈ ഒരു ശുക്രരാശി മാറ്റത്തോടുകൂടി നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിക്കുന്ന ഒരു സമയം. അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ കാലമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിൽ വേണ്ടത്ര ഒരു ഉയർച്ച ലഭിക്കുന്നില്ല എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കർമ്മത്തിൽ, നിങ്ങളുടെ ജോലിയിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഉയർച്ച, ധനവരവ് ഒക്കെ ലഭിക്കുന്ന സമയം. കാലാകാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന ഒരു പദവി ഉയർച്ച, സ്ഥാനമാറ്റം, ഇടം മാറ്റം, ആഗ്രഹിച്ച സ്ഥലത്തേക്കൊരു ഇടം മാറ്റമൊക്കെ വന്നു ചേരുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ്. പ്രത്യേകിച്ച് സർക്കാർ സർവീസിലൊക്കെ ജോലി ചെയ്യുന്ന മകരം രാശിക്കാരുണ്ടെങ്കിൽ ഏറെ കാലങ്ങളായി ആഗ്രഹിച്ച ഇടത്തേക്കൊരു സ്ഥാനമാറ്റത്തിന്, സ്ഥലം മാറ്റത്തിനൊക്കെ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അതൊക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരികയും ചെയ്യും. കുടുംബത്തോടൊപ്പം ഒരുമിച്ച് ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം ഈ ഒരു സമയത്ത് പലർക്കും ലഭിക്കും. അതുപോലെ തന്നെ സ്വന്തമായൊരു തൊഴിൽ, ബിസിനസ്സൊക്കെ ചെയ്യുന്ന മകരം രാശിക്കാരുണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾ നേരിട്ടിരുന്ന പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ വിട്ടുമാറി ആ ബിസിനസ്സിലൊക്കെ നല്ല ഉയർച്ചയും ഒരു സാമ്പത്തിക ഉന്നതിയും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. പലരെയും സംബന്ധിച്ച് ഈ ഒരു സമയത്ത് പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുവാൻ സാധിക്കുക, പാർട്ട്ണർഷിപ്പിലൊക്കെ ബിസിനസ് ആരംഭിക്കാൻ സാധിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. ഏറെക്കാലങ്ങളായി അനുഭവിച്ചു വന്നിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഒരു മോചനമാണ് മകരം രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് ഈശ്വരൻ നൽകുന്നത്. കർമ്മസംബന്ധമായിട്ട്
വളരെയധികം മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈശ്വരൻ നൽകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈശ്വരാനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ പല മംഗളകാര്യങ്ങളും നടക്കുന്ന സമയം. കാലാകാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന സ്വന്തമായിട്ടൊരു ഭൂമി, ഒരു ഗൃഹം എന്നുള്ള സ്വപ്നമൊക്കെ സാക്ഷാത്കരിക്കപ്പെടുന്ന സമയം. അതിനുള്ളൊരു വഴി നിങ്ങളുടെ മുൻപിലേക്ക് തെളിഞ്ഞു കിട്ടും. പൂർവികപരമായിട്ട്, പ്രത്യേകിച്ച് പിതാവിൻ്റെയൊക്കെ പൂർവിക വഴിയിൽ ഏതെങ്കിലും ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ലഭിക്കുവാനുണ്ടെങ്കിൽ, അതിനൊക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്തെങ്കിലും തടസ്സങ്ങൾ അനുഭവത്തിൽ വന്നവരാണെങ്കിൽ അതൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. പൂർവികപരമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. പലർക്കും ഭൂമിക്കും ഗൃഹത്തിനുമുള്ള യോഗമുള്ള സമയമാണ്. അതുപോലെ തന്നെ ഒരുപാട് കാലങ്ങളായിട്ട് ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്ന മകരം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ ശുക്രൻ പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതിയായതിനാൽ സന്താന ഭാഗ്യം ഈ ഒരു സമയത്ത് ലഭിക്കും. അതുപോലെ മകരം രാശിക്കാരെ സംബന്ധിച്ച് അവരവരുടെ കുട്ടികളിൽ നിന്ന്, സന്താനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിന് സമാധാനം, സുഖം, സന്തോഷം ലഭിക്കുന്ന അനുഭവം. കുറച്ച് കാലങ്ങളായി കുട്ടികളെയൊക്കെ വേർപിരിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ അവിടെ അടുത്തേക്കൊക്കെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവും. പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ട് വിദേശത്ത് ജോലി ഒക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ശ്രമിക്കാം. വിദേശ ജോലി, വിദേശവാസമൊക്കെ അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു ഇടത്തേക്കൊക്കെ ഒരു ജോലി മാറ്റത്തിന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പുതിയ ജോലിക്ക് പരിശ്രമിക്കാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായ സമയവുമാണ്. കർമ്മസംബന്ധമായിട്ട് നിങ്ങളെടുക്കുന്ന ഏത് തീരുമാനവും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അനുകൂലത്തിൽ ലഭിക്കുന്ന ഒരു സമയമാണ്. വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, കാലതാമസം ഇതൊക്കെ വിട്ടുമാറി ഈ ശുക്രരാശി മാറ്റത്തോടുകൂടി അനുയോജ്യമായിട്ടുള്ള ഒരു മംഗല്യഭാഗ്യം, വിവാഹ യോഗം ലഭിക്കും. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന മകരം രാശിക്കാരുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു പുനർവിവാഹം ഈ ഒരു കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരികയും ചെയ്യും. സന്താനങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ച, അവരവരുടെ കുട്ടികൾക്ക് നല്ല ജോലി, വിദ്യാഭ്യാസം, നല്ല വിവാഹം ഇതൊക്കെ നടക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു ശുക്രരാശി മാറ്റം നിങ്ങളെ അത്രത്തോളം സ്വാധീനിക്കുമെന്ന് മനസ്സിലാക്കുക. കാരണം ശുക്രനാണ് നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം നൽകുന്ന ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള ഗ്രഹം. ലൗകിക ജീവിതത്തിൽ അത്രമേൽ ശുഭത്വം നൽകുന്ന ഗ്രഹമാണ് ശുക്രൻ. മകരം രാശിയിൽപ്പെട്ട ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച എല്ലാ വ്യക്തികളെയും സംബന്ധിച്ച് അത്രമേൽ വലിയ മാറ്റങ്ങളാണ് ഈ ഒരു കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരിക. ഈ ഒരു സമയം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ ജനനജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാം. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ ശുക്രരാശി മാറ്റം സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിയിൽ വരുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്ക് ശുക്രരാശി മാറ്റം അത്യുത്തമമാണ്. ശുക്രൻ നിങ്ങൾക്ക് തുലാം രാശിയിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്കത് ഭാഗ്യസ്ഥാനമായിട്ടാണ് വരുന്നത്. 9ാം ഭാവമായി ഭാഗ്യസ്ഥാനം. ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ സഞ്ചരിക്കുമ്പോൾ കുംഭം രാശിക്കാരായ വ്യക്തികൾ ഒരുപാട് കാലങ്ങളായി അനുഭവിച്ചു വരുന്ന പല ബുദ്ധിമുട്ടുകളും കഷ്ടതകളും വിട്ടുമാറും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ കുറേ കാലങ്ങളായി കുംഭം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് സുഖം എന്ന് പറയുന്ന ഒരു വാക്ക് കേട്ട് കാണാനുള്ള സാധ്യതയില്ല. സുഖങ്ങൾക്കൊക്കെ അത്രമേൽ ഹാനി സംഭവിച്ച കാലഘട്ടം. മാനസികമായും ശാരീരികമായും സാമ്പത്തികപരമായും ദാമ്പത്യപരമായിട്ടും കർമ്മരംഗം, തൊഴിൽപരമായിട്ടുമൊക്കെ പല തരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ക്ലേശങ്ങളിൽ കൂടെയാണ് കുംഭം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയൊക്കെ പരിശ്രമിച്ചാലും പരിശ്രമത്തിനനുസരിച്ചുള്ള ഫലം ലഭിക്കാതിരിക്കുക, കഷ്ടപ്പാടുകൾ മാത്രം ബാക്കി വരുന്നൊരവസ്ഥ, കൈകളിലേക്ക് വരുന്ന പണമൊക്കെ വരുന്നതിലും കൂടുതൽ ചിലവായിട്ട് പോകുന്നു. ഒരു ചെറുതാണെങ്കിൽ പോലും സമ്പാദ്യം ലഭിക്കാതെ ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോകുന്ന അനുഭവം. മറ്റു ചിലർക്ക് അപ്രതീക്ഷിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ, വണ്ടി വാഹനങ്ങളിൽ നിന്നുള്ള അപകടം, അതുപോലെ തന്നെ കൈക്കോ കാൽമുട്ട, ഈ പാദങ്ങളിലേക്ക് ഒടിവുകൾ, ചതവുകൾ, ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇങ്ങനെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടെയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി കുംഭം രാശിയിൽപ്പെട്ട പല വ്യക്തികളും കടന്നു പോകുന്നത്. കാരണം 7ാം ശനിയുടെ അവസാന കാലഘട്ടമായ പാദശനിയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് മാനസിക, ശാരീരിക, സാമ്പത്തിക പ്രയാസങ്ങളാണ്. അതൊന്നും നമുക്കൊരു വീഡിയോയിൽ പറഞ്ഞാൽ തീരുന്ന ഒന്നല്ല. ഈ ഒരു ശുക്രരാശി മാറ്റം കുംഭം രാശിക്കാർക്ക് വളരെ വളരെ ആശ്വാസം നൽകുന്നതും ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നൽകുന്ന ഒന്നുമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ലഭിക്കാതിരുന്ന മാനസിക, ശാരീരികമായിട്ടുള്ള സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതിനൊക്കെ ഒരു മാറ്റം ലഭിക്കുക. മനസ്സിനൊരു ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം നൽകുന്ന തരത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ജീവിതത്തിൽ ഒരു അടിത്തറ നൽകുന്ന തരത്തിലുള്ള ഗുണാനുഭവങ്ങൾ വന്നു ചേരും.
ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, അതിനുവേണ്ടി പണം ചെലവഴിക്കേണ്ട അനുഭവം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെ മുന്നോട്ട് പോയിട്ടുള്ളവരാണെങ്കിൽ അതിനൊക്കെ മാറ്റം വന്ന് ശരീരത്തിൻ്റെ പൂർണ്ണ ആരോഗ്യം വീണ്ടും കിട്ടും. അതുപോലെ അവരുടെ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിലൊക്കെ വളരെ പുരോഗതി ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ മാതാവ് മാതൃസ്ഥാനത്തുള്ളവരിൽ നിന്നൊക്കെ അപ്രതീക്ഷിതമായ ഗുണഫലങ്ങൾ ലഭിക്കും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കുംഭം രാശിക്കാരെ സംബന്ധിച്ചൊരു ഗൃഹനിർമ്മാണം ആരംഭിക്കണമെന്ന് ഇറങ്ങിത്തിരിച്ച് അത് പൂർത്തീകരിക്കാൻ കഴിയാതെ പകുതി വഴിയിലൊക്കെ ഒരു വീടിൻ്റെ തറയൊക്കെ മാത്രം കെട്ടിയ ശേഷം പിന്നീട് അത് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥകളൊക്കെ പല വ്യക്തികൾക്കുമുണ്ട്. അതിനൊക്കെ മാറ്റമുണ്ടാകും. നിങ്ങൾക്ക് ഈ ഒരു സമയം മുതൽ നിങ്ങളുടെ ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കും. ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഭവനം ഒന്ന് പുതുക്കി പണിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം വളരെ വളരെ അനുകൂലമാണ്. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരുകയും നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഒരു സുഖം, സമാധാനം നൽകുന്ന തരത്തിലുള്ള നല്ല നല്ല മാറ്റങ്ങൾ കുംഭം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും. അതുപോലെ ഒരു ജോലി ഇല്ലാതെ വിഷമിക്കുന്ന കുംഭം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിലും ഈ ശുക്രരാശി മാറ്റത്തോടുകൂടെ നല്ലൊരു ജോലി നിങ്ങൾക്ക് ലഭിക്കും. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങളുടെ ആ കർമ്മ മേഖലയിലുള്ള തടസ്സങ്ങളൊക്കെ വിട്ടുമാറി മുടങ്ങിക്കിടന്ന ശമ്പളം ലഭിക്കുക. അതുപോലെ ഒരു വിസിറ്റിംഗ് വിസയിലൊക്കെ അന്യദേശത്തൊക്കെ പോയിരുന്നവർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ യോഗ്യതയ്ക്കും കഴിവിനും അനുസരിച്ചിട്ടുള്ള ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. വിദേശ ജോലി, വിദേശവാസമൊക്കെ അനുഭവത്തിൽ വരുന്ന ഏറ്റവും അത്യുത്തമമായ കാലഘട്ടമാണ്. സ്വന്തമായിട്ടൊരു ബിസിനസ്, തൊഴിലൊക്കെ ചെയ്യുന്ന വ്യക്തികളുണ്ടെങ്കിലും അതിലൊക്കെ നേരിട്ടിരുന്ന കഷ്ടനഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി കുംഭം രാശിക്കാർക്ക് കർമ്മസംബന്ധമായിട്ടുള്ള ഒരു മാറ്റം ലഭിക്കുന്ന സമയമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഒരു ഗവൺമെൻറ് സർവീസിലേക്കൊക്കെ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുംഭം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് സർവീസിലേക്ക്, അതുപോലെ യൂണിഫോം സർവീസിലേക്കൊക്കെ ഒരു ജോലി ലഭിക്കുന്ന സമയമാണ്. അതായത് നിങ്ങളെ സംബന്ധിച്ച് നമ്മുടെ സൈന്യത്തിലേക്ക്, ആർമിയിലേക്ക്, അതുപോലെ പോലീസിലേക്കൊക്കെ ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്ന കുംഭം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ ആ യൂണിഫോം ജോലികളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. അപ്രതീക്ഷിതമായിട്ട് ആ സർക്കാർ സർവീസിലേക്കുള്ളൊരു ഭാഗ്യമൊക്കെ പലർക്കും ലഭിക്കുകയും ചെയ്യും. കുംഭം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് വളരെയധികം നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങളാണ് ഈ ഒരു സമയത്ത് ലഭിക്കുക. ശുക്രൻ ലൗകിക ജീവിതത്തിന് അത്രമേൽ ഗുണപ്രദമായ ഗ്രഹമായതുകൊണ്ട് ദാമ്പത്യ കുടുംബ ജീവിതത്തിലും ഒരു സുഖം, സമാധാനം, സന്തോഷമൊക്കെ ലഭിക്കും. വിവാഹ കാര്യങ്ങളൊക്കെ മംഗളകരമായി മുന്നോട്ട് പോകും. അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യമൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വന്നു ചേരും. കുംഭം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പലതും വ്യത്യസ്തമാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഭൂരിഭാഗം കുംഭം രാശിക്കാരും ഒരുപാട് പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നു. മനസ്സിനെയും ശരീരത്തെ അലട്ടുന്ന പ്രശ്നങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, കർമ്മം സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പലതരത്തിൽ. ഇതിനൊക്കെ ഒരു നല്ല മാറ്റമാണ് ഈ ശുക്രരാശി മാറ്റം നൽകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു ഈശ്വരാനുഗ്രഹം വന്നു ചേരുകയും നല്ല രീതിയിലുള്ളൊരു മാറ്റം ഈ ഒരു സമയത്ത് ലഭിക്കുകയും ചെയ്യും. നിങ്ങൾ ഓരോരുത്തരും ഈ സമയം ആഗ്രഹിക്കുന്നുവെങ്കിൽ മുന്നോട്ടുള്ള കാര്യങ്ങളെപ്പറ്റി കൂടുതൽ വ്യക്തമായിട്ട് അറിയണമെന്നുണ്ടെങ്കിലും അവരവരുടെ ജനനജാതകം പരിശോധിച്ച് മുന്നോട്ട് പോവുക. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു ശുക്രരാശി മാറ്റം എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി.